Assalamualaikum, brother. Assalamualaikum, brother. Assalamualaikum, brother. Alright, masa, marah masa. Alright, masa, marah masa. So guys, good evening all. Good evening, sir. Assalam. Okay, yes. 20 ആള് മാത്രമല്ല ജോയിൻ ചെയ്തിട്ട് ബാക്കിയൊക്കെ എവിടെ പോയിടാം. Assalamualaikum. മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. വലൈക്കും സ്ലാം. ഒറ്റ മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ ആൾക്കാർ ജോയിൻ ചെയ്യട്ടെ കേട്ടോ. യെസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ടൈം 6 to 7 ആക്കിയത് അറിയാത്തവരായിരിക്കും ജോയിൻ ചെയ്യാത്തതെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
നമ്മൾ ഇന്ന് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ USSന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബലം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയും. ആൻസർ അറിയുന്നവർ ഒരിക്കലും മൈക്ക് ഓൺ ആക്കിയിട്ട് ആൻസർ വിളിച്ച് പറയരുത് കേട്ടോ. ആൻസർ നിങ്ങൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മളെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ, ആ കമന്റ് ബോക്സിൽ ഏത് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടിയത് അത് കമന്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഏറ്റവും ആദ്യം ആൻസർ ആണോ തരുന്നത് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ മിടുക്കരായ കുട്ടികളാണല്ലേ, അതുകൊണ്ടാണ് നമ്മൾ NMMS എഴുതാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് സെലക്ട് ആയത് അല്ലേ. അങ്ങനെ മിടുക്കരായ കുട്ടികൾ ഭാവിയിൽ നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ, മത്സര പരീക്ഷകളൊക്കെ എഴുതേണ്ടി വരും അല്ലേ. നമുക്ക് MBBS ഡോക്ടർമാരാകണമെങ്കിലോ അല്ലെങ്കിൽ നീറ്റ്, JEE പോലുള്ള എഞ്ചിനീയറിംഗിന്റെ എക്സാമുകൾ എഴുതണമെങ്കിലൊക്കെ നമ്മൾ എന്താവണം, കോമ്പറ്റീറ്റീവ് എക്സാം, മത്സര പരീക്ഷ, അതായത് ആളുകൾ തമ്മിൽ മത്സരിക്കുകയാണ് അല്ലേ. അപ്പൊ ആ ഒരു മത്സരം, ആ ഒരു കോമ്പറ്റീഷൻ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കാണണം. ഏറ്റവും ആദ്യം കറക്റ്റ് ആൻസർ പറയണം. ഓക്കെ, ആ രീതിയിലായിരിക്കണം നമ്മളെ ഇന്നത്തെ ക്ലാസ് പോകേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. മലയാളവും ഇംഗ്ലീഷും രണ്ടും ഞാൻ ആൻസർ ക്വസ്റ്റ്യൻ കാണിച്ചു തരും കേട്ടോ. രണ്ടും ക്വസ്റ്റ്യൻ കാണിച്ചു തന്നതിന് ശേഷം ഞാൻ യെസ് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ യെസ്, എല്ലാവരും ശ്രദ്ധിച്ചടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എല്ലാവരും ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാന്ന് കരുതുന്നു. സ്ക്രീനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാന്ന് കരുതുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ കൊടുക്കുന്നത്? എന്തെങ്കിലും എടുത്തേനോ? കേട്ടില്ല, എന്താ പറഞ്ഞേ? ചെയ്യാൻ കുറച്ച് നേരം വൈകി. ഇല്ല, ഒന്നും എടുത്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ യെസ്, ശ്രദ്ധിച്ചടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിലാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് കാണിക്കുന്നത്. നേർപ്പാതയിൽ കൂടി, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. നേർപ്പാതയിൽ കൂടി സമചലനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ചലന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് ഡാഷ് ബലത്തിന് കഴിയും. അതായത് ഒരു വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ സ്പീഡ് എനിക്ക് കൂട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ബലമാണ് ഞാൻ കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ചലന ദിശയിൽ പ്രവർത്തിക്കുന്ന ബാഹ്യ ബലം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നുണ്ട്, ചലന ദിശയിൽ പ്രവർത്തിക്കുന്ന ആന്തരിക ബലം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനിൽ പറയാണ് വിപരീത ദിശയിൽ ബാഹ്യബലം കൊടുക്കണം. വസ്തുവിന്റെ ചലന നിരക്ക് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് കൂട്ടുകയാണ് വേണ്ടത്. ചലന നിരക്ക് കുറക്കല്ല വേണ്ടത്, ചലന നിരക്ക് കൂട്ടുകയാണ് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിപരീത ദിശയിൽ ബാഹ്യബലം കൊടുക്കണം. അടുത്ത ഓപ്ഷൻ പറയാണ് വിപരീത ദിശയിൽ ആന്തരിക ബലം കൊടുക്കണം. ഇതാണ് മലയാളത്തിൽ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. ഡാഷ് ക്യാൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജെക്ട് വിച്ച് ഈസ് മൂവിങ് ഇൻ യൂണിഫോം മോഷൻ ത്രൂ സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈനില് യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ, ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ പറയാണ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. എന്ത് കൊടുക്കണം? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മോഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ, ചലനം എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ പറയാണ് ഇന്റേണൽ ഫോഴ്സ് കൊടുക്കണം ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മോഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ ഇന്റേണൽ ഫോഴ്സ് ആണ് വേണ്ടത്. മൂന്നാമത്തെ ഓപ്ഷൻ പറയാണ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അടുത്ത ഓപ്ഷൻ പറയാണ് ഇന്റേണൽ ഫോഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇന്റേണൽ ഫോഴ്സ് വേണം. ഏതാണ് അതിന് ആൻസർ ആയിട്ട് വരിക? കമന്റ് ഇടുന്നുണ്ട് കുറച്ച് ആളുകൾ, ഏതാണെന്ന് നോക്കട്ടെ. യെസ്, കുറെ ആളുകൾ എ എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാർ സി എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിക്കും. യെസ്, ഓക്കെ. അപ്പോ കുറെ ആളുകൾ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ആളുകൾ ആരൊക്കെയോ സി എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. യെസ്, ഓക്കെ, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കമന്റ് ഇട്ടത്. യെസ്,
നമുക്ക് കറക്റ്റ് ആൻസർ വരിക എ തന്നെയാണ് നമ്മളെ കറക്റ്റ് ആൻസർ വരിക കേട്ടോ. എ തന്നെയാണ് നമ്മളെ കറക്റ്റ് ആൻസർ വരിക. അത് നോക്കിയടാ, നോക്ക്, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വസ്തുവിനെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ വസ്തുവിന്റെ മേലെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ വസ്തുവിന്റെ മേലെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ബാഹ്യബലാണ് കൊടുക്കേണ്ടത് അല്ലെ. അല്ലാതെ ഇന്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് കാര്യമില്ല, ആന്തരിക ബലം കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ബസ്സിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ബസ്സിനെ തള്ളിയിട്ട് കാര്യമില്ല, ബസ് മൂവ് ചെയ്യൂല. ബസ്സിന്റെ പുറത്ത് വന്നിട്ട് ബസ്സിനെ തള്ളിയാലേ ബസ് മൂവ് ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്റ്റേണൽ ആയിട്ട് ബലം വേണം, എന്നാലേ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്റ്റേണൽ ആയിട്ട് ബാഹ്യബലം എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ പറയാം അല്ലേ. അപ്പൊ ബാഹ്യബലം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബാഹ്യബലം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്മിഷൻ ഡെസ്കിൽ ഓക്കെ, ബാഹ്യബലം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂടാ, സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എക്സ്റ്റേണൽ ബാഹ്യബലം, എക്സ്റ്റേണലിന്റെ മലയാളമാണ് ബാഹ്യബലം കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്പീഡ് കൂട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം അല്ലെ. അവിടെ ഒരു വസ്തു ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴല്ലേ അതിന്റെ സ്പീഡ് കൂടുക അല്ലെ. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കണം, എന്നാലല്ലേ എനിക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുക. അല്ലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൽ ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ സ്പീഡ് കുറയല്ലേ ചെയ്യാം. അപ്പൊ നമ്മളെ ആൻസർ ഏതാ വരടാ, ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. നമ്മുടെ ആൻസർ ഓക്കെ ചെക്ക് ചെയ്യാം ഒരു മിനിറ്റ്. അപ്പൊ നമ്മളെ ഓപ്ഷൻ ആയിട്ട് വരും എന്താടാ, ചലന ദിശയിൽ പ്രവർത്തിക്കുന്ന ബാഹ്യബലം. ഓക്കെ, ബാഹ്യബലം എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ചാർജർ ഉണ്ടേ. ചലന ദിശയിൽ പ്രവർത്തിക്കുന്ന ബാഹ്യബലമാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വേണം ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മോഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ അവിടെ എന്തുണ്ടായിരിക്കണം, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണെന്ന് കരുതുന്നു, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു, സംശയമില്ല എന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് ആണ് കാണിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് ആണ് കാണിക്കുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് ദ വെലോസിറ്റി ഓഫ് ദി ബോഡി ആൻഡ് ഇറ്റ്സ് ഡാഷ് ഗീവ്സ് ദ മൊമെന്റം ഓഫ് ദി ബോഡി. അതായത് വെലോസിറ്റിയും വേറെ എന്തോ ഒരു സാധനം കൂടെ ഗുണിക്കുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, മൊമെന്റം കിട്ടുന്നുണ്ട്. എന്താണ് ആ സാധനം എന്നാണ് ചോദ്യം അല്ലെ. വെലോസിറ്റിയും വേറെ എന്തോ ഒരു സാധനം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, മൊമെന്റം കിട്ടും. എന്താണ് ആ സാധനം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആക്സിലറേഷൻ, ഓപ്ഷൻ ബി മാസ്, ഓപ്ഷൻ സി വോളിയം, ഓപ്ഷൻ ഡി സ്ക്വയർ ഓഫ് വെലോസിറ്റി. നമ്മൾ ഇതിനെ മലയാളം വേർഷൻ നോക്കുകയാണ്. മലയാളം വേർഷൻ ഓക്കെടാ, മലയാളത്തിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മലയാളക്കാർ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഒരു വസ്തുവിന്റെ ആക്കം എന്നത് വസ്തുവിന്റെ പ്രവേഗം, ഡാഷ് എന്നിവയുടെ ഗുണനഫലമാണ്. പ്രവേഗവും വേറെ എന്തോ ഒരു സാധനം കൂടെ ഗുണിക്കുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ആക്കം കിട്ടുന്നത്. എന്താണ് ആ സാധനം എന്നാണ് ചോദ്യം. ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ പിണ്ഡം എന്ന് പറയുമ്പോൾ മാസ് കേട്ടോ, മാസ് എന്നാണ് പിണ്ഡം. മൂന്നാമത്തെ വ്യാപ്തം, അടുത്തത് വേഗതയുടെ വർഗം. ഇതിൽ ഏതാണ് ആൻസർ വരിക എന്നൊന്ന് കമന്റ് ചെയ്തടാ. ഏതാണ് ആൻസർ വരിക? മൊമെന്റം കിട്ടണം എന്നുണ്ടെങ്കിൽ, മൊമെന്റം ആക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രവേഗം വെലോസിറ്റിന്റെ കൂടെ ആരെയാണ് നമ്മൾ ഗുണിക്കേണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ, യെസ്. മാസ് ബി എന്ന് കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. യെസ്, മൊമെന്റം ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക അല്ലെ. സോറി, മൊമെന്റം അല്ല, മാസ് ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക അല്ലെ. യെസ്, എല്ലാവരും കറക്റ്റ് ആണ്, പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് അല്ലെ. ആൻസർ എന്താ വരിക? മൊമെന്റം. എടാ നിങ്ങൾ ശ്രദ്ധിച്ചടാ, മൊമെന്റം അല്ല മാസ് കേട്ടോ. മൊമെന്റം ആക്കം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഇക്വേഷൻ പറയുന്നത്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. മാസും വെലോസിറ്റിയും തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മൊമെന്റം കിട്ടുക അല്ലെ. ആക്കം കിട്ടണമെങ്കിൽ മാസിന്റെ മലയാളമാണ് പിണ്ഡം കേട്ടോ. മാസിന്റെ മലയാളമാണ് പിണ്ഡം. അതുപോലെ തന്നെ പ്രവേഗം, വെലോസിറ്റിന്റെ മലയാളമാണ് പ്രവേഗം. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണം? ആക്കം കിട്ടുക. നമ്മളോട് ക്വസ്റ്റ്യൻ അകത്ത് ചോദിച്ചത് പ്രവേഗത്തിന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്കം കിട്ടുക, വെലോസിറ്റിന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മൊമെന്റം കിട്ടുക. ആരെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമ്മള് മാസിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് വരും? മാസ് എന്നാണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണെന്ന് കരുതുന്നു.
ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്ട. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എല്ലാവരും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. എല്ലാവർക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണത്? 5 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തു എന്ന് വെച്ചാൽ മാസ് 5 കിലോഗ്രാം ആണ്, നിശ്ചലമായിട്ടിരിക്കുന്നു എങ്കിൽ അതിന്റെ ആക്കം എന്താണെന്നാണ് ചോദ്യം. 5 കിലോഗ്രാം ആണ് മാസ് കേട്ടോ. 5 കിലോഗ്രാം ആണ് പിണ്ഡം. ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് എന്ന് വെച്ചാൽ റെസ്റ്റിലാണ്. റെസ്റ്റിലാണെങ്കിൽ അതിന്റെ ആക്കം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ പറയാണ് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയാണ് 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൂന്നാമത്തെ ഓപ്ഷൻ പറയാണ് 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ പറയാണ് 0, 0 ആൻസർ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞടാ ഇംഗ്ലീഷ് നോക്കിക്കേ. ഇംഗ്ലീഷ് നോക്കിക്കേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, കമന്റ് ഇട്ടാ മതി കേട്ടോ. ഓക്കെ, എവിടെ ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് കരുതുന്നു. ദ മൊമെന്റം ഓഫ് എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം വിച്ച് ഈസ് അറ്റ് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ബോഡി ഉണ്ട്, അതിന്റെ മൊമെന്റം എത്രയാണെന്നാണ് ചോദ്യം. അതിന്റെ മാസ് തന്നിട്ടുണ്ട് 5 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ആണോ, 5 കിലോഗ്രാം ആണോ, 10 കിലോഗ്രാം ആണോ, 0 ആണോ മൊമെന്റം എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ കൊടുത്തത് ചെറുതായിട്ട് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. മൊമെന്റം ആണ് ആൻസർ വരേണ്ടത്. മൊമെന്റത്തിന്റെ യൂണിറ്റ് ഒരിക്കലും കിലോഗ്രാം അല്ല, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ വരേണ്ടത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കേട്ടോ ഓപ്ഷനായിട്ട് യൂണിറ്റ് ആയി വരേണ്ടത്. ഓക്കെ, അപ്പൊ ഡി 0 ആണെന്നാണ് നിങ്ങൾ കമന്റ് ഇടുന്നത്. കുറെ ആളുകൾ ഡി കമന്റ് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ ഡി കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ് യെസ് യെസ്, ഡി അഥവാ 0 എന്ന് കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരാള് യെസ് ഡി ആണ് കമന്റ് ചെയ്യുന്നത്. യെസ്, ഓക്കെ. അപ്പൊ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മൊമെന്റം ആണ്, ആക്കമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ. നമുക്കറിയാം മൊമെന്റം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ P is equal to m into v അല്ലെ. P is equal to m into v. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. ഓക്കെ, എടാ ഈ ക്വസ്റ്റ്യൻ അകത്തെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അകത്ത് ശ്രദ്ധിക്കണേ. ഈ ക്വസ്റ്റ്യൻ അകത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് മാസ് എന്ന് പറയുന്നത്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാസ് എന്ന് പറയുന്നത്, വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം. മാസ് എത്രയാണ്? 5 കിലോഗ്രാം. വസ്തുവിന്റെ വെലോസിറ്റി, പ്രവേഗം എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. എന്താ കാരണം? എടാ ഈ വസ്തു, ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. എടാ ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്താണ്? 0. റെസ്റ്റ് എന്ന് പറയുമ്പോൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ് അല്ലേ. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മൊമെന്റം കാണുക? മൊമെന്റം P is equal to മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എന്താ? 5. മാസ് എന്താണ്? 5 ഇൻറ്റു വെലോസിറ്റി എന്താ? 0. 5 into 0 എന്താ വരികടാ? 0. അപ്പൊ 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ആൻസർ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വസ്തുവിന് മൊമെന്റം, ആക്കം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ, ഒരു ഒബ്ജക്റ്റിന്റെ പ്രവേഗം എല്ലാ സമയത്തും എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ മൊമെന്റം, പ്രവേഗം എല്ലാ സമയത്തും എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആൻസർ ചെയ്ത് വരിക 0 എന്നാണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്ലിയർ ആണെന്ന് കരുതുന്നു. എടാ ആവശ്യമില്ലാത്ത കമന്റുകൾ ഇടരുത് കേട്ടോ. നമ്മളിവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഞങ്ങളോട് കമന്റ് ഇടാൻ പറഞ്ഞത്. അജിനാസിനോട് വേറൊന്നും കമന്റ് ഇടാൻ പറഞ്ഞിട്ടില്ല. മിസ്ബാഹിനോട് വേറൊന്നും കമന്റ് ഇടാൻ പറഞ്ഞിട്ടില്ല. നമ്മളെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതാണ് നിങ്ങൾ കമന്റ് ഇടേണ്ടത്. അൺവാണ്ടഡ് ആയിട്ടുള്ള കമന്റുകളോ ഇമോജികളോ നമ്മുടെ കമന്റ് ബോക്സിൽ കാണരുത്. ഓക്കെ, യെസ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത് കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എ ബോഡി ഈസ് റെസ്റ്റ് മൂവ് ഓൺലി ഇഫ് ഡാഷ് ആക്ടിങ് ഓൺ ഇറ്റ്. ഒരു ബോഡി റെസ്റ്റിലാണ്. ഒരു ബോഡി ആരുടെ? അൻവറിനോടല്ല ഇപ്പൊ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ആവശ്യമില്ലാത്ത കമന്റ് ഇടരുത്. ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. 4ാമത്തെ ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് മൂവ്സ് ഓൺലി ഇഫ് ഡാഷ് ആക്ട് ഓൺ ഇറ്റ്. ഒരു ബോഡി റെസ്റ്റിലാണ്, അത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോ മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ എന്നാണ് ചോദ്യം. ഒന്ന്
ബാലൻസ്ഡ് ഫോഴ്സ് കിട്ടണം, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കിട്ടണം, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടണം, നൺ ഓഫ് ദിസ്, ഇതൊന്നും അല്ല എന്നാണ് പറയുന്നത്. അതായത് എ ബോഡി അറ്റ് റെസ്റ്റ്, റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ബോഡിയാണ് മൂവ്സ് ഓൺലി ഇഫ്, അത് എപ്പോ മാത്രമേ മൂവ് ചെയ്യുള്ളൂ എന്നാണ് ചോദ്യം. ഒന്ന്, ബാലൻസ്ഡ് ഫോഴ്സ് കിട്ടിയാൽ മൂവ് ചെയ്യോ, രണ്ടാമത്തെ ഓപ്ഷൻ. അൺബാലൻസ്ഡ് ഫോഴ്സ് കിട്ടിയാൽ മൂവ് ചെയ്യോ, മൂന്നാമത്തെ ഓപ്ഷൻ. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടണോ, നാലാമത്തെ ഓപ്ഷൻ. നൺ ഓഫ് ദിസ് എബോവ് എന്നാണ് ഓപ്ഷൻസ് കിടക്കുന്നത്. നമ്മൾ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ വായിക്കാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കുവാൻ സന്തുലിത ബലം പ്രയോഗിക്കണം എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. അസന്തുലിത ബലം പ്രയോഗിക്കണം എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം എന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഇതൊന്നുമല്ല എന്നാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഏതായിരിക്കും? കമന്റ് ഇട്ടേ, കമന്റ് ഇട്ടേ. റെസ്റ്റിൽ ഇരിക്കുന്ന, നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ മൂവ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എങ്ങനത്തെ ബലം കൊടുക്കണം എന്നാണ് ചോദ്യം. സന്തുലിത ബലാണോ, അസന്തുലിത ബലാണോ, അസന്തുലിത ബാഹ്യബലാണോ, ഇതൊന്നും അല്ലേ എന്നാണ് ചോദ്യം. ഓക്കെ, യെസ്, സി എന്ന് ആൻസർ ചെയ്യുന്നുണ്ട് കുറെ ആളുകള്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ് 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 യെസ്. ഓക്കെ, കുറെ ആളുകളാണ് സി കമന്റ് ചെയ്തിട്ടുള്ളത്. യെസ് യെസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസർ സി ആണ് ഇട്ടുള്ളത്. യെസ്, സി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാണ്, ഒരു വസ്തുവിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വസ്തു റെസ്റ്റിലിരിക്കുമ്പോൾ അതിനെ മൂവ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം ഉണ്ടായിരിക്കണം. നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാണ് അല്ലെ. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമത്തിൽ പഠിച്ചിട്ടുണ്ട്. ആരാണ് എന്താ പറഞ്ഞത്? ക്ലാസ് 7 മണി വരെ. ഓക്കെ, അൺബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയാൽ മാത്രമേ ഒരു ബോഡിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആൻസർ ചെയ്ത് വരടാ. അസന്തുലിതമായ ബാഹ്യബലം എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അസന്തുലിതമായ ബാഹ്യബലം എന്നാണ് നമ്മൾ ആൻസർ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. ഓക്കെ, ശ്രദ്ധിക്കണേ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. ഓക്കെ, യെസ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിക്കുന്നത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ആക്കത്തിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണോ? അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ആക്കത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് നമ്മളോട് ചോദിക്കുന്നത്. ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണോ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണോ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ, ഗ്രാം പെർ സെക്കൻഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, ആക്കത്തിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. ഇംഗ്ലീഷിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ദ യൂണിറ്റ് ഓഫ് മൊമെന്റം ഈസ്, അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ദ യൂണിറ്റ് ഓഫ് മൊമെന്റം ഈസ്, മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. ദ യൂണിറ്റ് ഓഫ് മൊമെന്റം ഈസ്, മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ കിലോഗ്രാം, ഓപ്ഷൻ ബി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ ഡി ഗ്രാം പെർ സെക്കൻഡ്. ഏതാണ് ആൻസർ വരിക? കമന്റിടെ. ബി എന്ന് കമന്റ് ഇടുന്നുണ്ട്. മീറ്റർ അല്ലല്ലോടോ, ബി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, യെസ്, യെസ് 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 യെസ്. അപ്പൊ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക അല്ലെ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ നമുക്കറിയാം മൊമെന്റത്തിന്റെ, ആക്കത്തിന്റെ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആക്കത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. മൊമെന്റം പി is equal to mv എന്നാണ് ഇക്വേഷൻ. മൊമെന്റം, ആക്കം is equal to മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഇൻറ്റു പ്രവേഗം എന്നാണ് ഇക്വേഷൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് കാണണമെങ്കിൽ മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വെലോസിറ്റി, പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് എന്ത് വരിക? മൊമെന്റത്തിന്റെ യൂണിറ്റ് വരിക. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ ആൻസർ എന്ത് വരും? കിലോഗ്രാം
മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്, നമ്മൾ സമയം കളയാതെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, യെസ്. ലോ ഓഫ് മോഷൻസ് ആർ ഫോർമുലേറ്റഡ് ബൈ. ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ലോസ് ഓഫ് മോഷൻസ് ആർ ഫോർമുലേറ്റഡ് ബൈ. ലോസ് ഓഫ് മോഷൻസ് ആരാണ് ഫോർമുലേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ, ഓപ്ഷൻ സി ഫാരഡെ, ഓപ്ഷൻ ഡി ഗലീലിയോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അല്ലെ. മലയാളംകാരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദ്യം. ഐസക് ന്യൂട്ടൺ ആണോ, ഐൻസ്റ്റീൻ ആണോ, ഫാരഡെ ആണോ, ഗലീലിയോ ആണോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലോസ് ഓഫ് മോഷൻസ് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. യെസ് 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 യെസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ്. ഐസക് ന്യൂട്ടൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ചലന നിയമങ്ങൾ കണ്ടുപിടിച്ചത് അല്ലെ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സർ ന്യൂട്ടൺ. ഓക്കെ, ഐസക് ന്യൂട്ടൺ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്ടൺ വിത്ത് ആപ്പിൾ ആണ് അതിന് ആൻസർ അല്ലെ, ഐസക് ന്യൂട്ടൺ. ഓക്കെ, യെസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, ഒരു വസ്തുവിനെ ചലിപ്പിക്കുന്നതോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ദിശക്കോ വേഗതക്കോ വ്യത്യാസം വരുത്തുന്നതോ അതിനുള്ള പ്രവണത ഉളവാക്കുന്നതോ എന്താണോ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. അതായത് ഒരു വസ്തുവിനെ ചലിപ്പിക്കണം, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ദിശ മാറ്റണം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ പറയാണ് വലി. നമ്മൾ അതിനെ പിടിച്ച് വലിക്കുകയാണോ വേണ്ടത്? വലി എന്നാണ് അതിന് പറയാ, അല്ലെങ്കിൽ ശക്തി എന്നാണ് അതിന് പറയാ, തള്ളു എന്നാണ് അതിന് പറയാ, ബലം എന്നാണ് അതിന് പറയാ എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു വസ്തുവിനെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ കൊടുക്കേണ്ടത്? വലിയാണോ കൊടുക്കേണ്ടത്? ഓക്കെ, യെസ്, നമ്മൾ അവിടെ വലിയാണോ കൊടുക്കേണ്ടത്, ശക്തിയാണോ കൊടുക്കേണ്ടത്, തള്ളാണോ കൊടുക്കേണ്ടത്, ബലാണോ കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ എടുക്കുകയാണ്. ഒറ്റ മിനിറ്റ്, ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് ബാക്ക് അടിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞ ഏഴാമത്തെ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Dash is that which changes or tends to change the state of rest of a body or the velocity or direction of moving body. ഒരു മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥയിൽ ചേഞ്ച് വരണം, അല്ലെങ്കിൽ മോഷന് ചേഞ്ച് ആക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷന് ചേഞ്ച് ആക്കണം. നമ്മൾ അവിടെ എന്താ കൊടുക്കേണ്ടത്? പുള്ളാണോ കൊടുക്കേണ്ടത്, അതോ പവർ ആണോ കൊടുക്കേണ്ടത്, പുഷ് ആണോ കൊടുക്കേണ്ടത്, ഫോഴ്സ് ആണോ കൊടുക്കേണ്ടത്? നിങ്ങൾ പറയും, ഏത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരിക? നമ്മൾ പുള്ള് കൊടുക്കണോ, പവർ കൊടുക്കണോ, പുഷ് കൊടുക്കണോ, ഫോഴ്സ് കൊടുക്കണോ? യെസ്, നമ്മൾ ഫോഴ്സ് ആണ് കൊടുക്കേണ്ടത് അല്ലേ. നമ്മൾ പുള്ളിനെ കുറിച്ചോ പുഷിനെ കുറിച്ചോ പവറിനെ കുറിച്ചോ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? പവറിനെ കുറിച്ചാണ് പഠിച്ചത്. ആൻസർ ആയി എന്താ വരടാ? പവർ ആണ് വരിക അല്ലേ. യെസ്, എല്ലാവരും പവർ ഫോഴ്സ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. യെസ്, കുറെ ആളുകൾ ഡി ഫോഴ്സ് ആണെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ് യെസ് യെസ്, പവർ എന്ന് പറഞ്ഞാല് ആ അല്ല, ഫോഴ്സ് ആണ് ബലം. ഫോഴ്സ് ആണ് ബലം, പവർ ബലല്ല. പവർ മാറ്റുണ്ട് കേട്ടോ. പവർ നിങ്ങൾ ഇലക്ട്രിസിറ്റി, വൈദ്യുതി എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാണ്ട്, അവിടെ നിങ്ങൾ പവറിനെ കുറിച്ച് പഠിക്കും കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ് കേട്ടോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഹെൽപ്പ് us ടു ഡിഫൈൻ. ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം നമുക്ക് താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇനേഷ്യനെ കുറിച്ചിട്ടാണോ, റിയാക്ഷനെ കുറിച്ചിട്ടാണോ, ആക്സിലറേഷനെ കുറിച്ചിട്ടാണോ, വെലോസിറ്റിനെ കുറിച്ചിട്ടാണോ? അതായത് ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം ഇതിൽ ഏതിനെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത്? ഇനേഷ്യനെ കുറിച്ചിട്ടാണോ, റിയാക്ഷനെ കുറിച്ചിട്ടാണോ, ആക്സിലറേഷനെ കുറിച്ചിട്ടാണോ, വെലോസിറ്റിനെ കുറിച്ചിട്ടാണോ? നമ്മൾ നോക്കുക, മലയാള വേർഷൻ നോക്കുകയാണെങ്കിൽ ഇതാ, ഒരു വസ്തുവിനെ, സോറി ഇതല്ല, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതാ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷിന് ഒരു നിർവചനം നൽകാൻ ഒന്നാം ചലന നിയമത്തിന് കഴിഞ്ഞു. ഒന്നാം ചലന നിയമം നമുക്ക് ഏതിനാണ് നിർവചനം തന്നത്? ജഡത്വമാണോ, പ്രതിപ്രവർത്തനാണോ, ത്വരണമാണോ, പ്രവേഗമാണോ?
ഏതാണ് ആൻസർ വരിക? ഒന്നാമത്തെ ചലന നിയമം നമുക്ക് പറഞ്ഞു തന്ന എന്താണ്? ജഡത്വത്തിനെ കുറിച്ചിട്ടാണോ, പ്രതിപ്രവർത്തനത്തിനെ കുറിച്ചിട്ടാണോ, ത്വരണത്തിനെ കുറിച്ചിട്ടാണോ, പ്രവേഗത്തിനെ കുറിച്ചിട്ടാണോ എന്നാണ് ചോദ്യം. ഓക്കെ, കമന്റ്സ് കുറവാണല്ലോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കമന്റ്സ് കുറവാണല്ലോ. ഇനേഷ്യയെ കുറിച്ചിട്ടാണോ, റിയാക്ഷനെ കുറിച്ചിട്ടാണോ, ത്വരണത്തിനെ കുറിച്ച് ആക്സിലറേഷനെ കുറിച്ചിട്ടാണോ, വെലോസിറ്റിയെ കുറിച്ചിട്ടാണോ ഒന്നാമത്തെ ചലന നിയമം നമുക്ക് പറഞ്ഞു തന്നതാണ് ചോദ്യം. ഇനേഷ്യ. യെസ്, ഇനേഷ്യ എന്ന് കുറച്ച് ആളുകൾ മാത്രമേ കമന്റ് ഇട്ടിട്ടുള്ളൂ. ഒരാൾ കമന്റ് ഇട്ടിട്ട് ബാക്കിൽ കമന്റ് ഇടുകയാണ് കുറെ ആളുകൾ. ഒരു പ്രാവശ്യം കമന്റ് ഇട്ടാൽ മതി ട്ടോ. ഒരാൾ ഒരു പ്രാവശ്യം കമന്റ് ഇട്ടാൽ മതി. അജിനാസിനോടാണ് പറയുന്നത് എ ആണ് എന്റെ ആൻസർ എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കമന്റ് ഇട്ടാൽ മതി, കുറെ പ്രാവശ്യം കമന്റ് ഇടണ്ട. ഓക്കെ, യെസ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം ഫസ്റ്റ് റൂൾ നമുക്ക് പറഞ്ഞു തന്നത് ഇനേഷ്യനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് റൂൾ നമുക്ക് പറഞ്ഞു തന്നതിനെ കുറിച്ചിട്ടാണ്, ഇനേഷ്യനെ കുറിച്ചിട്ടാണ്, അഥവാ ജഡത്വത്തിനെ കുറിച്ചിട്ടാണ്. ഇതിനെ കുറിച്ചിട്ടാണ്? ജഡത്വത്തിനെ കുറിച്ചിട്ടാണ്. ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം നമുക്ക് എന്തിനെ കുറിച്ച് പറഞ്ഞു? ഇനേഷ്യയെ കുറിച്ച് പറഞ്ഞു, അഥവാ ജഡത്വത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമം നമുക്ക് പറഞ്ഞു തന്നത് ഫോഴ്സിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ചലന നിയമം ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് ശരിക്കും പറഞ്ഞു തന്നത് കേട്ടോ. ബലത്തിന്റെ ഇക്വേഷൻ ആണ് ശരിക്കും ആര് പറഞ്ഞു തന്നത്? രണ്ടാമത്തെ ചലന നിയമം പറഞ്ഞു തന്നത്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷനും പറയാം. ഓക്കെ, ത്വരണം വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ ചലന നിയമം തേർഡ് ലോ നമുക്ക് പറഞ്ഞു തന്നത് റിയാക്ഷനെ കുറിച്ചിട്ടാണ്. ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? റിയാക്ഷൻ ഉണ്ടാകും. റിയാക്ഷന് മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും പ്രതിപ്രവർത്തനം. എന്ത് പറയാൻ പറ്റും? പ്രതിപ്രവർത്തനം. പ്രതിപ്രവർത്തനത്തിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലെ. ഇപ്പൊ ഒന്നാമത്തെ ചലന നിയമം നമുക്ക് പറഞ്ഞു തന്നത് ജഡത്വത്തിനെ കുറിച്ചിട്ടാണ്, അഥവാ ഇനേഷ്യനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ചലന നിയമം നമ്മളോട് പറഞ്ഞത് ഫോഴ്സിനെ കുറിച്ചിട്ടാണ്, അഥവാ ബലത്തിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തെ ചലന നിയമം നമ്മളോട് പറഞ്ഞത് റിയാക്ഷനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്രതിപ്രവർത്തനത്തെ കുറിച്ചിട്ടാണ്. ഇനി ഒന്നാമത്തെ ചലന നിയമം നമ്മളോട് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താന്നുള്ളത് പറഞ്ഞു തന്നത് രണ്ടാമത്തെ ചലന നിയമമാണ് കേട്ടോ. ഫോഴ്സ് എന്താന്നുള്ളത് ശരിക്കും ഒന്നാമത്തെ ചലന നിയമം പറയുന്നുണ്ട്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താന്നുള്ളത് പറഞ്ഞു തന്നത് രണ്ടാമത്തെ ചലന നിയമമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒന്നാമത്തെ ചലന നിയമം നമ്മളോട് എന്താ പറയുന്നത്? ഇനേഷ്യാണ് പറയുന്നത്, അഥവാ ജഡത്വമാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ബലത്തിന്റെ ഇക്വേഷൻ ആണ് m × v. m × a, m × v മൊമെന്റത്തിന്റെ ഇക്വേഷൻ, ആക്കത്തിന്റെ ഇക്വേഷൻ. ഓക്കെ, ബലത്തിന്റെ ഇക്വേഷൻ m × a ആണ് വരിക കേട്ടോ. m × a. ബലത്തിന്റെ ഇക്വേഷൻ F is equal to m × a എന്ന് വരും. മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് എന്ത് വരിക? m × v എന്ന് വരിക. m × v. ഓക്കെ, രണ്ടും മാറിപ്പോരുത് കേട്ടോ. m × a എന്ന് പറയുമ്പോൾ ബലാണ്, m × v എന്ന് പറയുമ്പോൾ മൊമെന്റ് ആണ്, ആക്കാണ്. മൊമെന്റത്തിന് അതായത് എം ഇടാതെ എന്തുകൊണ്ടാണ് പി നിട്ടതെന്നാണ് അല്ലെ. എടാ മൊമെന്റം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ എം വെച്ചിട്ടാണ് എഴുതുക അല്ലെ. അപ്പൊ മൊമെന്റം, അപ്പൊ എം ഇട്ടൂടെ എന്നാണ് ചോദ്യം. എം ഇട്ട എന്താ പ്രശ്നം അറിയാം? ഇവിടെ എം എന്ന് പറയുമ്പോൾ മാസ് ഇല്ലേ, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയി പോകൂലേ. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ എവിടെ ഇല്ലാത്ത പി എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തായിട്ട് നമ്മൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. രണ്ടാം ചലന നിയമം അനുസരിച്ചിട്ട്, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. രണ്ടാം ചലന നിയമം അനുസരിച്ചിട്ട് ബലം എന്നത് ഡാഷ് ആണ്. പിണ്ഡം ഇൻറ്റു പ്രവേഗ വർഗം, അതായത് പിണ്ഡം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വി സ്ക്വയർ ആണോ, അതോ ത്വരണം ഇൻറ്റു സമയം, ത്വരണം എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണോ, അല്ലെങ്കിൽ പിണ്ഡം ഇൻറ്റു സമയം അഥവാ മാസ് ഇൻറ്റു ടൈം ആണോ, അതോ പിണ്ഡം ഇൻറ്റു ത്വരണം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണോ? ഇതിൽ ഏതാണ് ബലത്തിന്റെ ഇക്വേഷൻ എന്നാണ് ചോദ്യം. ഇവിടെ പറയാണ് പിണ്ഡം എന്ന് പറയുമ്പോൾ മാസ്, പ്രവേഗ വർഗം എന്ന് പറയുമ്പോൾ വെലോസിറ്റിന്റെ സ്ക്വയർ. ഇതാണോ ബലത്തിന്റെ ഇക്വേഷൻ എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ത്വരണം എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഇൻറ്റു സമയം എന്ന് പറയുമ്പോൾ ടൈം. ഇതാണോ ഇക്വേഷൻ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ പറയാണ് പിണ്ഡം ഇൻറ്റു സമയം, പിണ്ഡം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ടൈം. ഇതാണോ ഇക്വേഷൻ എന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ ചോദിക്കുന്നത്. നാലാമത്തെ ഓപ്ഷൻ ചോദിക്കുകയാണ്
മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിലേതാണ് ബലത്തിന്റെ കറക്റ്റ് ഇക്വേഷൻ എന്നാണ് ചോദ്യം ട്ടോ. ഇതിലേതാണ് ബലത്തിന്റെ കറക്റ്റ് ഇക്വേഷൻ എന്നാണ് ചോദ്യം. ഓക്കെ, ഇംഗ്ലീഷുകാർ നോക്കിക്കേ. നമ്മൾ പറയാൻ പോകുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ട്ടോ. നമ്മൾ പറയാൻ പോകുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോറി, 8 അല്ല, 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത് ട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയടാ. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് വെലോസിറ്റി ആണോ, ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണോ, മാസ് ഇൻറ്റു ടൈം ആണോ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണോ? ഇതിലേതാണ് ബലത്തിന്റെ ഇക്വേഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്നാണ് ചോദ്യം. കമന്റ് സി എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. സി അല്ലല്ലോ. യെസ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഡി. യെസ്, ഡി 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 ഡി. യെസ്, ഡി ആണ് ആൻസർ വരിക അല്ലേ? ഞാൻ അപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലേ? അപ്പൊ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ദേ ഇവിടെ നോക്കിക്കേ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ബലം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മൊമെന്റം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. നമ്മളോട് ഏതാ ചോദിച്ചത്? ബലല്ലേ ചോദിച്ചത്? നമ്മളോട് ഏതാ ചോദിച്ചത്? ബലാണ് ചോദിച്ചത്. അപ്പൊ ബലം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ത് വരടാ? ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഡൗട്ട് ഇല്ലാന്ന് കരുതുന്നു. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ബലം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമ്മളെ കയ്യിൽ ടൈം ഇല്ല. ടൈം നമ്മൾ അറിയരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഇങ്ങോട്ട് ചോദിക്കുള്ളൂ കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം ഈസ് കോൾഡ്. വലിയൊരു ബലം ചെറിയൊരു സമയത്ത് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ വിളിക്കാന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ പറയാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയാണ് ഇമ്പൾസ്. മൂന്നാമത്തെ ഓപ്ഷൻ മൊമെന്റം. നാലാമത്തെ ഓപ്ഷൻ ഇമ്പൾസീവ് ഫോഴ്സ്. ഇത് ഏതാണ് അതിന്റെ ആൻസർ എന്നാണ് ചോദ്യം. ചെറിയൊരു ഫോഴ്സ് വലിയൊരു ടൈമിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ വിളിക്കാന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ എടുക്കാണ്. ഓക്കെ, മലയാളംകാർ നോക്കിയടാ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു വസ്തുവിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രയോഗിക്കപ്പെടുന്ന വലിയ ബലമാണ് അസന്തുലിത ബലം, ആവേഗം, ആക്കം, ആവേഗബലം. ചെറിയ സമയത്ത് കൊടുക്കുന്ന വലിയ ബലത്തിന് നമ്മൾ എന്താ വിളിക്കുക? വസ്തുവിന്റെ ചെറിയ സമയത്ത് കൊടുക്കുന്ന വലിയ ബലത്തിന് നമ്മൾ എന്താ വിളിക്കുക എന്നാണ് ചോദ്യം. അസന്തുലിത ബലാണോ, ആവേഗാണോ, ആക്കാണോ, ബാഹ്യബലാണോ എന്നാണ് ചോദ്യം. ഓക്കെ, കമന്റ്. യെസ്, ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി, ആവേഗബലാണ് ആൻസർ ആയിട്ട് വരിക അല്ലേ? ഓപ്ഷൻ ഡി, ആവേഗബലാണ് ആൻസർ ആയിട്ട് വരിക. യെസ്, ഓപ്ഷൻ ഡി, ആവേഗബലാണ് ആൻസർ ആയിട്ട് വരിക. യെസ് യെസ്, കുറെ ആളുകൾ ബി എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബി അല്ല ആൻസർ ആയിട്ട് വരും കേട്ടോ. ബി എന്ന് പറയുമ്പോൾ ഇമ്പൾസ് ആണ്. നമ്മോട് ബലത്തിന് എന്താ വിളിക്കാന്ന ചോദ്യം. ബലത്തിന് എന്താ വിളിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആവേഗ ബലം, ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് പറയേണ്ടത് കേട്ടോ. ബലത്തിന്റെ പേരെന്താന്നാണ് ചോദ്യം. ആ ബലത്തിന് നമ്മൾ എന്താ വിളിക്കാന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ബി അല്ല, ഇമ്പൾസ് എന്നല്ല പറയേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കട്ടോ, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കുറച്ചാളുകൾ തെറ്റിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം. നമ്മോട് ചോദിച്ചതേ ആ ബലത്തിന് നമ്മൾ എന്താ വിളിക്കുക എന്നാണ് ചോദ്യം. ആ ബലത്തിന് നമ്മൾ ആവേഗ ബലം എന്നാണ് വിളിക്കുക കേട്ടോ. ആവേഗം എന്നല്ല. ഫോഴ്സ് ഇൻറ്റു ടൈമിനെ നമ്മൾ എന്ത് വിളിക്കും? ആവേഗം എന്ന് വിളിക്കും അല്ലെ? ആ ബലം ഇൻറ്റു ടൈമിനെ നമ്മൾ എന്ത് വിളിക്കും? ആവേഗം എന്ന് വിളിക്കും. പക്ഷെ ഇവിടെയുള്ള ബലത്തിന് എന്താ വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ബലത്തിന് നമ്മൾ എന്താ വിളിക്കുക? ആവേഗ ബലം എന്നാണ് വിളിക്കുക. ബലത്തിന് നമ്മൾ എന്താ വിളിക്കുക? ആവേഗബലം. അതായത് ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഇമ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ഇമ്പൾസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഇമ്പൾസ് ആണ്. അതല്ല നമ്മോട് ചോദിച്ചതല്ല. ആ ബലത്തിന് നമ്മൾ എന്താ വിളിക്കുക എന്നാണ് ചോദ്യം. ആ ബലത്തിന് നമ്മൾ എന്താ വിളിക്കടാ? ഇമ്പൾസീവ് ഫോഴ്സ് അഥവാ ആവേഗ ബലം എന്നാണ് വിളിക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു, സംശയമില്ല എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാറിപ്പോകരുത് കേട്ടോ, മാറിപ്പോകരുതേ. ഫോഴ്സ് ഇൻറ്റു ടൈമിന് എന്താ വിളിക്കുക എന്നല്ല ചോദിച്ചത്. അവിടെയുള്ള ബലത്തിന്,
അവിടെയുള്ള ഫോഴ്സിന് എന്താണ് വിളിക്കുക എന്നാണ് ചോദ്യം. അവിടെയുള്ള ബലത്തിന് നമ്മൾ എന്താ വിളിക്കുക? ആവേഗ ബലം അഥവാ ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ. ഓക്കെ, അടുത്ത ചോദ്യം. ഓഫ് ദി ഫോളോവിങ് ഗിവൺ ബിലോ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്കേലാർ ക്വാണ്ടിറ്റി. ഇവിടെ കൊടുത്തതിലെ സ്കേലാർ ക്വാണ്ടിറ്റി ഏതാന്നുള്ളതാണ് ചോദ്യം അല്ലെ. വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി എന്താന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് നമ്മൾ വേറെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. അതോടെ നമ്മൾ ഇപ്പൊ ഈ ക്വസ്റ്റിനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കേലാർ ക്വാണ്ടിറ്റി അല്ലെ, ദിശ നോക്കേണ്ട ക്വാണ്ടിറ്റീസ്, ദിശ നോക്കേണ്ടാത്ത ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഡയറക്ഷൻ നോക്കേണ്ട ക്വാണ്ടിറ്റീസ്, ഡയറക്ഷൻ നോക്കേണ്ടാത്ത ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ആ സമയത്താണ് നമ്മൾ ഈ ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ് കേട്ടോ മക്കളെ. നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. തേർഡ് ലോ ഓഫ് മോഷൻ റിലേറ്റ്സ് ടു. മൂന്നാമത്തെ ലോ, ന്യൂട്ടന്റെ മൂന്നാമത്തെ ലോ ഏതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഒന്ന് ആക്സിലറേഷനുമായി ബന്ധപ്പെട്ടതാണോ, ഇനേഷ്യയുമായി ബന്ധപ്പെട്ടതാണോ, മൊമെന്റവുമായി ബന്ധപ്പെട്ടതാണോ, റിയാക്ഷനുമായി ബന്ധപ്പെട്ടതാണോ? മൂന്ന് ലോയും ഏതുമായി ബന്ധപ്പെട്ടാന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഇനേഷ്യയുമായി ബന്ധപ്പെട്ടതാണോ, ആക്സിലറേഷനുമായി ബന്ധപ്പെട്ടതാണോ, മൊമെന്റവുമായി ബന്ധപ്പെട്ടതാണോ, റിയാക്ഷനുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതിന് മലയാള വേർഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യെസ് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. മൂന്നാം ചലന നിയമം ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ത്വരണമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ജഡത്വമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആക്കമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രതിപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രതിപ്രവർത്തനം എന്ന് പറയുമ്പോൾ റിയാക്ഷൻ അല്ലെ. ഇതിൽ ഏത് ബലവുമായിട്ട് ഏത് ഓപ്ഷനുമായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ലോ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് ചോദ്യം. കമന്റ് ദി ആൻസർ. യെസ്, കുറെ ആളുകൾ ഡി റിയാക്ഷൻ എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. യെസ് നമ്മൾ ആൻസർ എന്ത് വരാടാ? റിയാക്ഷൻ എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. റിയാക്ഷൻ എന്നാണ് ആൻസർ ആയിട്ട് വരിക. റിയാക്ഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ചലനനിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇനേഷ്യ, ജഡത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെ. രണ്ടാമത്തെ ബലം നമ്മൾ പറഞ്ഞു ബലം, ഫോഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കാണ്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു റിയാക്ഷൻ അഥവാ പ്രതിപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ മൂന്നാമത്തെ ലോ പ്രതിപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആൻസർ. ഓക്കെ, യെസ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കണ്ടുപിടിക്കാൻ ഇതിൽ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്, ഏത് സമവാക്യമാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദ്യം. ഓക്കെ, ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. ആക്ക വ്യത്യാസം എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം. അതിന്റെ നിരക്ക് എന്ന് പറയുമ്പോൾ അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ നിരക്ക് എന്ന് പറയാം അല്ലെ. നമ്മളോട് ചോദിച്ചാൽ എന്താണ് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇംഗ്ലീഷുകാരിലോട്ട് വരുമ്പോ 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കണം എന്താ? 12ാമത്തെ ക്വസ്റ്റ്യൻ അല്ല, 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് എന്താ? ദ ഇക്വേഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തടാ. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. ചേഞ്ച് ഇൻ മൊമെന്റം, ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദ്യം. യെസ്, എ എന്ന് കമന്റ് ചെയ്യാം. അറിയുന്നവരുണ്ടെങ്കിൽ എ ആണ് നിങ്ങളെ ആൻസർ എന്നുണ്ടെങ്കിൽ എ കമന്റ് ചെയ്യാം. അതല്ല ബി ആണെങ്കിൽ ബി കമന്റ് ചെയ്യുക, സി ആണെങ്കിൽ സി കമന്റ് ചെയ്യുക, ഡി ആണെങ്കിൽ ഡി കമന്റ് ചെയ്യുക. ആക്യ വ്യത്യാസത്തിന്റെ നിരക്ക്. യെസ്, ഓക്കെ, ഒരാള് രണ്ടാള് ഓക്കെ, കുറച്ചാളുകൾ എ എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, എ ആണ് ആൻസർ കേട്ടോ. എങ്ങനെയാണ്? അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും കേട്ടോ. എടാ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതേ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. അത് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയും. എന്താ പറയാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം.
എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് വിളിക്കുന്നത്. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാറിയടാ? മൊമെന്റത്തിന്റെ വ്യത്യാസം ഹരിക്കണം ടൈം. നമ്മൾ പറഞ്ഞതാണിത്. ഓക്കെ, മൊമെന്റത്തിന്റെ വ്യത്യാസം ഹരിക്കണം ടൈം. മൊമെന്റത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ മൊമെന്റം അതാണ് എം വി മൈനസ് ആദ്യത്തെ മൊമെന്റം അതാണ് എം യു. അവിടെ അവസാനത്തെ മൊമെന്റവും ആദ്യത്തെ മൊമെന്റവും കൂടെ മൈനസ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് ആ വ്യത്യാസം കിട്ടുക, അല്ലേ? അപ്പോഴല്ലേ വ്യത്യാസം കിട്ടുക. അപ്പൊ ആക്ക വ്യത്യാസമായി. ആക്ക വ്യത്യാസം പോരാ, അതിന്റെ നിരക്ക് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന്റെ നിരക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിരക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? താഴെ എന്തുണ്ടാകും? ടൈം ഉണ്ടാവും കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിരക്ക് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, താഴെ എപ്പോഴും എന്തുണ്ടാകണം? ടൈം ഉണ്ടാകും കേട്ടോ. ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ടൈം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചത് ആക്ക വ്യത്യാസമല്ല, ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ് ചോദിച്ചത്. ആക്ക വ്യത്യാസം എങ്ങനെ നമ്മൾ കാണുക? അവസാനത്തെ ആക്കം മൈനസ് ആദ്യത്തെ ആക്കം, അല്ലേ? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഓക്കെ, ഫൈനൽ മൊമെന്റം നമ്മൾ എം വി എന്നാണ് എഴുതാറുള്ളത്, ഇനീഷ്യൽ മൊമെന്റം നമ്മൾ എം യു എന്നാണ് എഴുതാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് എനിക്ക് ഇങ്ങനെ എഴുതി കൂടാ. ഇവിടെ എം കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എം ഇവിടെ പുറത്തെടുത്താൽ ഇവിടെ ബാക്കി എന്തുണ്ടാവുക? വി. ഇവിടെ ബാക്കി എന്തുണ്ടാവുക? യു. അപ്പൊ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാൻ പറ്റും. എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ. ഇതാണ് എന്തിനുള്ള ലൊക്കേഷനാ? ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, യെസ് മൊമെന്റത്തിന്റെ സിമ്പിൾ പി അല്ലേ? പി ആണ്. അപ്പൊ ഇതില് മൊമെന്റത്തിന്റെ സിമ്പൽ അല്ല ഞാൻ ഇവിടെ ഇട്ടത്, മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് ഇട്ടത്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഓർമ്മല്ലേ? എം വി. ആ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തത്. ക്ലിയർ ആണോ? മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തത്, എം വി. അപ്പൊ ഇതിലത്തെ എം പറയുന്നത് മാസാണോ? മാസാണ്. ഓക്കെ, മൊമെന്റം എന്ന് പറയുമ്പോൾ എം വി അല്ലേ? മൊമെന്റത്തിന്റെ വ്യത്യാസമാണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് അതിന്റെ നിരക്ക് കാണണം. നിരക്ക് കാണാൻ ഒന്നുമില്ല, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആദ്യം എനിക്ക് എന്ത് വേണം? ചേഞ്ച് ഇൻ മൊമെന്റം വേണം. അതായത് മൊമെന്റത്തിന്റെ ഡിഫറൻസ് വേണം, വ്യത്യാസം വേണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? മൊമെന്റം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എം വി ആണ്. മൊമെന്റം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്താണ്? എം വി. അപ്പോ ഫൈനൽ മൊമെന്റ് ആണ് എം വി. ഇനീഷ്യൽ മൊമെന്റ് ആണെങ്കിൽ വി മാറ്റി യു ആക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ആക്ക വ്യത്യാസം. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. മലയാളത്തിൽ പറയുമ്പോൾ ആദ്യ പ്രവേഗം, ആദ്യത്തെ വെലോസിറ്റി. അപ്പൊ ആദ്യത്തെ മാസം ആദ്യത്തെ വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ആദ്യത്തെ മൊമെന്റം കിട്ടുക, അല്ലേ? ഇത് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. എനിക്ക് കാണേണ്ടത് ആക്ക വ്യത്യാസം കാണണം, എന്നിട്ട് അതിന്റെ നിരക്ക് കാണണം. ആക്ക വ്യത്യാസം കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഫൈനൽ മൊമെന്റം, അവസാനത്തെ മൊമെന്റം മൈനസ് ആദ്യത്തെ മൊമെന്റം ചെയ്യണം. അവസാനത്തെ മൊമെന്റം കണ്ടുപിടിക്കണമെങ്കിൽ അവസാനത്തെ മാസം എന്താണോ അതിന് അവസാനത്തെ വെലോസിറ്റി കൊണ്ട് ഗുണിക്കണം. അവസാനത്തെ വെലോസിറ്റി ആണ് ഇവിടെ വി എന്ന് പറയുന്നത്, ആദ്യത്തെ വെലോസിറ്റി ആണ് ഇവിടെ യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മൊമെന്റം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവസാനത്തെ മൊമെന്റം കിട്ടണമെങ്കിൽ അവസാനത്തെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ വി എന്ന് പറയുമ്പോൾ അവസാനത്തെ വെലോസിറ്റി, യു എന്ന് പറയുമ്പോൾ ആദ്യത്തെ വെലോസിറ്റി. ഓക്കെ, അപ്പോ എം ഇൻറ്റു വി എന്ന് പറയുമ്പോൾ അവസാനത്തെ മൊമെന്റം, എം ഇൻറ്റു യു എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൊമെന്റം. അതിന്റെ വ്യത്യാസം ബൈ ടൈം, നിരക്ക്. ഓക്കെ, ഇനി മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതാണ് മൊമെന്റത്തിന്റെ വ്യത്യാസ നിരക്ക്, അതായത് ആക്ക വ്യത്യാസ നിരക്ക് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്നുള്ളതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ആണ്? ആക്ക വ്യത്യാസ നിരക്ക് അഥവാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. യെസ്, സോ ഗായ്സ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? നിങ്ങൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതൊന്നും ചെയ്ത് നോക്ക്. വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് എ ബോഡി whose mass 10 കിലോഗ്രാം, മാസ് 10 കിലോഗ്രാം ആണ്, മൂവിങ് അറ്റ് എ സ്പീഡ് 1 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാവരും ചെയ്ത് നോക്ക്, മലയാളംകാരും ചെയ്ത് നോക്ക്.
ആക്കം കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്കം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട് 10 കിലോഗ്രാം ആണ്. ബോഡിയുടെ വെലോസിറ്റി തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട് 1 മീറ്റർ/സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആക്കം ഒന്ന് കണ്ടുപിടിച്ചടാ പെട്ടെന്ന്. ആക്കം അഥവാ മൊമെന്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കമന്റ് ചെയ്തേ. A. യെസ്. നിർത്തണം. യെസ്, ആൻസർ ഇട്ടടാ. കമന്റ് ഇടടാ. കമന്റ് കുറവാണല്ലോ. ആൻസർ കമന്റ് ചെയ്യൂ. യെസ്. സോ ഗൈസ് കമന്റ് ഇടൂ, കമന്റ് ഇടൂ. യെസ്, എ എന്ന് കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ് 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 യെസ്. താങ്ക് യു. അപ്പൊ ഇനി മനസ്സിലാവാത്തൊരു മൊമെന്റം, ഇനിയും മനസ്സിലാവാത്തൊരു മൊമെന്റം വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കൂട്ടോ. മൊമെന്റം ആക്കത്തിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മളെ NMMS എക്സാമിന് നിർബന്ധം 101% ഉണ്ടാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നമ്മൾ മൊമെന്റം കണ്ടുപിടിക്കാന്ന് പറഞ്ഞുതരാം. നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാണ് മൊമെന്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. മക്കൾ ശ്രദ്ധിച്ചടാ. മൊമെന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ P = mv അല്ലെ. ആക്കം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ mv എന്നാണ് ഇക്വേഷൻ. നമുക്കറിയാം നമ്മളെ ക്വസ്റ്റ്യൻ അകത്ത് മാസ് തന്നിട്ടുണ്ട്. മാസ് = 10 കിലോഗ്രാം. മാസ് = എന്താണ്? 10 കിലോഗ്രാം. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്താണ്? 1 മീറ്റർ/സെക്കൻഡ് ആണ്. എന്താണ്? 1 മീറ്റർ/സെക്കൻഡ്. എടാ m തന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഗുണിച്ചാൽ പോരെ? അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പൊ ആൻസർ എന്ത് വരും? 1 ആൻസർ എന്ത് വരും? 10 × 1. 10 × 1 എന്ത് വരും? 10 × 1 എന്ത് വരും? 10. ഇനി ഒന്ന് കമന്റ് ചെയ്തടാ. മൊമെന്റത്തിന്റെ യൂണിറ്റ് ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ്? ഇറേസർ വരെയുണ്ട്. ഓക്കെ. ആക്കത്തിന്റെ മൊമെന്റത്തിന്റെ യൂണിറ്റ് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ആക്കത്തിന്റെ മൊമെന്റത്തിന്റെ യൂണിറ്റ് ഒന്ന് കമന്റ് ചെയ്ത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കട്ടെ. ആക്കത്തിന്റെ യൂണിറ്റ്, മൊമെന്റത്തിന്റെ യൂണിറ്റ്. യെസ്, തീർച്ചയാണ് ആദ്യം കമന്റ് ഇട്ടത്. ഓക്കെ, യെസ്. ആക്കത്തിന്റെ യൂണിറ്റ് ഒന്ന് നമ്മൾ മറന്നു പോയത് കേട്ടോ. അതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആക്കത്തിന്റെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ആക്കത്തിന്റെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, സോ ഗൈസ് ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ സെറ്റ് ഞങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. ഗ്രൂപ്പിൽ ഷെയർ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ മെന്ററോട് ചോദിക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് 7 മണിക്ക് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ സെറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കട്ടോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് വരുമ്പോൾ നിങ്ങളുടെ മെന്ററോട് ചോദിക്കണം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് ചോദിക്കണം. ഓക്കെ, താങ്ക് യു. അല്ല, നിങ്ങൾക്കല്ല, വേറെ ടീമിന് കേട്ടോ. കേട്ടില്ല. ഓക്കെ സാർ, താങ്ക് യു.
സാർ നമ്മുടെ കേട്ടി ആരെന്ത് ചോദിച്ചടാ? മെന്റർ ആരാ? നമ്മളെ മെന്റർ നമ്മളെ ഗ്രൂപ്പിൽ ടൈം ടാബിൾ ഇടുന്ന ആളില്ലേ? ലിങ്ക് ഒക്കെ ഇടുന്ന ആളില്ലടാ? ഗ്രൂപ്പിൽ ലിങ്ക് ഒക്കെ ഇടുന്ന ഒരാളില്ലേ? പേര് ഫാസിൽ എന്നാണ് പേര് കേട്ടോ. ആ ലിങ്ക് ഒക്കെ ഇടുന്ന ആളോട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. Okay, sir. Thank you, sir.